मुफलिस का दर्द दिल में कोई टांडता नहीं, मुफलिस की बात को भी कोई मानता नहीं. മുഫ്ലിസ് ക ദർദ്, ഒരു മുഫ്ലിസിൻ്റെ വേദന, ഒരു ദരിദ്രൻ്റെ വേദന അല്ലെങ്കിൽ അവൻ്റെ യാതന, ദിൽമേ കൊയ് ഠാണ്ടത്താ നഹീം, ആ ദരിദ്രത്തിൽ അകപ്പെടാത്ത ഒരാൾക്ക് മനസ്സിൽ കണക്ക് കൂട്ടാനും കൂടി കഴിയില്ല. ദിൽമേ ഠാണ്ടിനെന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ഊഹം വെക്കുക, കണക്ക് കൂട്ടുക. അവൻ്റെ വേദന നമുക്ക് മനസ്സിലാവില്ല. ദാരിദ്ര്യം അനുഭവിക്കാത്തവന് ദാരിദ്ര്യത്തിൻ്റെ വേദന അറിയില്ല. ദിൽമേ കൊയ് ഠാണ്ടത്താ നഹീം, മനസ്സിൽ കണക്കൂട്ടാനും കൂടി കഴിയില്ല. മുഫ്ലിസ് കി ബാത്ത് കോ ബി കൊയ് മാനത്താ നഹീം, ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുഫ്ലിസ് കി ബാത്ത് കോ ബി കൊയ് മാനത്താ നഹീം. ഒരു ദരിദ്രൻ്റെ വാക്കിനെ മറ്റുള്ളവർ അംഗീകരിക്കുകയില്ലോ. ബാത്ത് കോ എന്നാണ് അവരുടെ കാര്യം. ഒരു മുഫ്ലിസിനെ, ദരിദ്രനെ ആരും മൈൻഡ് ചെയ്യില്ല എന്നർത്ഥം. കൊയ് മാനത്താ നഹീം, അവൻ ആരും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു പള്ളി കമ്മിറ്റി ആണെങ്കിലും, ഒരു വേറെ കമ്മിറ്റി ആണെങ്കിലും, ഒരു സഹായ കമ്മിറ്റി ആണെങ്കിലും അവിടെ ആരെ കണ്ടെത്തുക, ആയിക്കില്ല ഏറ്റവും മുൻപന്തി കണ്ടെത്തുക. ഒന്നുമില്ലാത്ത ദരിദ്രം പിടിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾ എത്ര സൽസ്വഭാവം, എത്ര നിസ്കരിക്കുന്ന ആളായാലും ഒന്നും കാര്യമില്ല. അയാൾ എന്ത് ചെയ്യൂല? അയാൾ ആ കമ്മിറ്റിക്ക് ഇടാൻ ആരും ഉണ്ടാവില്ല, അല്ലേ? പള്ളി കമ്മിറ്റി ആയാലും മദ്രസ കമ്മിറ്റി ആയാലും അയാളെ മക്കൾ പഠിക്കണില്ലെങ്കിലും കമ്മിറ്റിയിൽ ആരാ വരിക? PTA കമ്മിറ്റി ആയാലും സ്കൂൾ കമ്മിറ്റി ആയാലും ഏത് കമ്മിറ്റിയിലും ആരാ വരിക? മുഫ്ലിസാണ് വരിക? അല്ല, അത് മുതലാളിമാരൊക്കെയാണ് വരിക. മുഫ്ലിസ് കി ബാത്ത് കോ, അയാൾ എത്ര നല്ല അഭിപ്രായം പറഞ്ഞാലും അത് സ്വീകരിക്കൂല. മുഫ്ലിസ് കി ബാത്ത് കോ കോയി മാനത്താ നഹീം, അത് മൈൻഡ് ചെയ്യും കൂടി ഇല്ല, അല്ലേ? ज़ात और हसब नसब को कोई जानता नहीं, सूरत भी उसकी फिर कोई पहचानता नहीं. ज़ात और हसബ് നസബ്, അവൻ്റെ പിന്നെ ज़ാത്ത് എന്ന് പറഞ്ഞാൽ ജാതി, അവൻ്റെ ജാതി, അവൻ്റെ ഹസബ് നസബ് കൊയ് ജാനത്താ നഹീം, അതൊന്നും ആർക്കും അറിയില്ല. എന്താ ഹസബ് നസബ് എന്നൊക്കെ പറഞ്ഞാൽ? അവൻ്റെ ജാതി, അവൻ്റെ കുടുംബ പേര്, ഇതൊന്നും കൊയ് ജാനത്താ നഹീം, ആർക്കും അറിയില്ല. ഏത് കുടുംബത്തെ എല്ലാവരും അറിയപ്പെടുക? വലിയ പൈസക്കാരാണെങ്കിൽ അവൻ്റെ കുടുംബം എല്ലാവരും അറിയപ്പെടും. 10 കിലോമീറ്റർ പരിധിയിൽ അല്ലെങ്കിൽ 20 കിലോമീറ്റർ 40 കിലോമീറ്റർ പരിധിയിലൊക്കെ അറിയപ്പെടും. ഈ ദരിദ്രനാണെങ്കിലോ അവൻ ആരെങ്കിലും അറിയോ? ചിലപ്പോൾ അയൽവാസിനെ അറിയില്ല, അല്ലേ? സൂറത്ത് ബി ഉസ്കി ഫിർ കൊയ് പെഹ്ചാനത്താ നഹീം, ഓൻ്റെ രൂപവും കൂടി ചിലപ്പോൾ അയൽവക്കക്കാരൻ തന്നെ അറിയില്ല. പെഹ്ചാന എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാം. ആർക്കാണ്? സൂറത്ത് ബി, ഓൻ്റെ രൂപം പോലും, ഉസ്കി, അവൻ്റെ രൂപം പോലും, ഫിർ കൊയ് പെഹ്ചാനത്താ നഹീം, ആരും തിരിച്ചറിയില്ല. ഒരു മുതലാളിയാണെങ്കിൽ ഓൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞറിയും. ഓനെ വെള്ള ഷർട്ട് ഇട്ടിട്ട് ഓനെ ഇന്ന കാർ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അറിയും, അല്ലേ? ഒരു മുഫ്ലിസാണെങ്കിലോ ഓൻ്റെ ഒരു സൂറത്ത്, ഒരു രൂപം പറഞ്ഞാലും കൂടി ആർക്കും മനസ്സിലാവില്ല. യാം തക് നദർ സെ ഉസ്കോ ഗിരാത്തി ഹേ മുഫ്ലിസി, യാം തക് നദർ സെ ഉസ്കോ ഗിരാത്തി ഹേ മുഫ്ലിസി, എത്രമാത്രം, യാം തക് എത്രമാത്രം, നദർ സെ ഉസ്കോ ഗിരാത്തി ഹേ, ദൃഷ്ടിയിൽ തന്നെ അവനെ മാറ്റിയിട്ടുണ്ടാവും, ഒഴിവാക്കിയിട്ടുണ്ടാവും. ഗിരാത്തിഹ എന്ന് പറഞ്ഞാൽ എന്താ? വീണ് പോവുക. അവൻ മൈൻഡിൽ ഉണ്ടാവില്ല, മെമ്മറിയിൽ ഉണ്ടാവില്ല. മുഫ്ലിസ് ആണെങ്കിൽ അവൻ മെമ്മറിയിൽ ഉണ്ടാവില്ല. ദുനിയാമേ ലേക്കെ ഷാഹ് സെ യേ യാരത്താ ഫക്കീർ, ഖാലിഖ് ന മുഫ്ലിസി മേ കിസി കോ കരേ അസീർ, अशराफ को बनाती है एक आन में फ़कीर, क्या क्या में मुफलिसी की खराबी का हम नज़ीर, वो जाने जिसके दिल को जलाती है मुफलिसी, वो जाने जिसके दिल को जलाती है मुफलिसी. എന്താ പറഞ്ഞു? दुनिया में शाह से लेकर ഫക്കീർ തക്ക്. നോക്കുക, പുസ്തകത്തിൽ നോക്കുക. ഷാഹ് സെ ലേക്കർ, ലേക്കെ എന്ന് പറഞ്ഞാൽ ലേക്കർ, തുടങ്ങിയിട്ട്, മുതൽ, ലേക്കർ. ഷാഹ് എന്ന് പറഞ്ഞാൽ ആരാ? ഷാഹ് എന്ന് പറഞ്ഞാൽ രാജാവ്, ചക്രവർത്തി, ഭരണാധികാരി. ഓക്കെ, അപ്പോൾ ഇനി അർത്ഥം നോക്ക്. യേ ഖാലിഖ്, ഖാലിഖ് ആരാ? പടച്ചോൻ. യേ ഖാലിഖ്, പടച്ചോനെ, അല്ലേ? ദ്വായല്ലേ? ദ്വായാണ്. യേ ഖാലിഖ്, പടച്ചോനെ, ദുനിയാമേ ഷാഹ് സെ ലേക്കെ, ലോകത്തിലെ ചക്രവർത്തി മുതൽ, ഫക്കീർ തക്ക്, താ എന്ന് പറഞ്ഞാൽ തക്ക്, താ എന്നത് തക്ക് എന്നുള്ളതിൻ്റെ ലോപിച്ച രൂപം കവിതയിൽ കൊടുക്കുന്നതാണ്. താ, തക്ക് എന്ന് പറഞ്ഞാൽ വരെ,
സേ ലേക്കർ തക്ക്, അവിടെ മുതൽ ഇവിടം വരെ. രാജാവ് മുതൽ ഫക്കീർ തക്ക്, പാവപ്പെട്ടവൻ വരെ, ദരിദ്രൻ വരെ. ഏ ഖാലിക്ക് പടച്ചോനെ ന മുഫ്ലിസ് മേ കിസിക്കോ കരെ അസീർ, ആരെയും മുഫ്ലിസീമേം കിസിക്കോ കരെ അസീർ, തടങ്കലിലാക്കരുതേ. അസീർ എന്ന് പറഞ്ഞാൽ പ്രിസണർ, തടവ് പുള്ളി എന്ന് പറഞ്ഞാൽ മുഫ്ലിസിയുടെ തടവറയിൽ ആരെയും ആക്കരുതേ പടച്ചോനെ. അത് രാജാവാണെങ്കിലും ശരി, ദരിദ്രനാണെങ്കിലും ശരി. ഓക്കെ. അഷ്റാഫ് കോ ബനാത്തി ഹേ കാനുമേ ഫക്കീർ, ഒരു പ്രശസ്തനെ, അഷ്റാഫ് എന്ന് പറഞ്ഞാൽ നല്ല പ്രശസ്തനായ ആൾ, സമ്പന്നൻ, ഒരു പ്രശസ്തനായ ആളിനെ ഏ കാനുമേ ഫക്കീർ, അവിടെ ഞാൻ ഉണ്ട്, ഒരു അനുനിമിഷം നീ ഫക്കീർ ആക്കല്ലേ. മുകളിലുള്ള ഞാൻ ഉണ്ടല്ലോ, അത് അവിടെയും ബാധകമാണ്. ക്യാ ക്യാ മേ മുഫ്ലിസ് കി ഖറാബി കഹൂം നദീർ, ഈ നദീർ ഈ മുഫ്ലിസിയുടെ ഖറാബി പോരായ്മ പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒന്നും നിൽക്കൂല. എന്തെല്ലാം പോരായ്മകളാണ് ഈ ഖറാബിയാണ് ഈ മുഫ്ലിസിക്ക് എന്നറിയോ. ഒരു പക്ഷേ രാജാവായി വിലസുന്നയാളെ അല്ലെങ്കിൽ അഷ്റാഫായി നല്ല സമ്പന്നനായി അറിയപ്പെടുന്ന ആളെ അനുനിമിഷം അനുനിമിഷം നീ മുഫ്ലിസ് ആക്കുന്ന, ഫക്കീർ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലോ. ഒരിക്കലും ആരെയും ആക്കരുതേ പടച്ചോനെ തമ്പുരാനെ എന്ന് പറയണം. വോ ജാനെ ജിസ്കെ ദിൽ കോ ജലാത്തി ഹെ മുഫ്ലിസി, വോ ജാനെ ജിസ്കെ ദിൽ കോ ജലാത്തി ഹെ മുഫ്ലിസി. ഒരു ദരിദ്രത്തിൽ അകപ്പെട്ടവനെ അതിൻ്റെ ആ ദാരിദ്ര്യം കൊണ്ട് നീറുന്നവനെ ജലാന, നീറുക അല്ലേ, ജലാന ജ്വലിക്ക, നീറ. ആ ദാരിദ്ര്യം കൊണ്ട് നീറുന്നവനെ വോ ജാനെ, അതിൻ്റെ വേദന അറിയുള്ളൂ. ഓക്കെ. നന്നായി വായിക്കുക, പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ. അച്ഛാ, ശുക്രിയ. ഖുദ ഹാഫിസ്. അസ്സലാമു അലൈക്കും.